ആർക്കൊക്കെ ഗെയിം ഡെവലപ്മെന്റ് പഠിക്കാം എന്നുള്ളതാണ്. ഒരു കഥ പറയാൻ കഴിവുള്ളൊരു ഒരിക്കലും റിയൽ വേൾഡിൽ കേപ്പബിൾ ആവാത്ത അല്ലെങ്കിൽ റിയൽ വേൾഡ് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് പുറത്ത് കിട്ടുമോ, എബ്രോഡ് പോകാൻ പറ്റുമോ, ഇത്ര നാൾ പഠിച്ചു എന്നുള്ളതല്ല, ഇത്ര ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗെയിംസിൽ നിങ്ങൾ വർക്ക് ചെയ്യും. സോ ഗൈസ്, ആക്ച്വലി എന്താണ് ഗെയിം ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഈ ഗെയിം ഡെവലപ്മെന്റ് ആർക്കൊക്കെ പഠിക്കാം, അല്ലെങ്കിൽ എമർജു എന്തിന് ഗെയിം ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, ഇതേപോലെ കുറേ ബേസിക് ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും ഫേസ് ചെയ്യാറുണ്ട്. അതിനകത്ത് കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഉള്ള ആൻസേഴ്സ് ക്ലിയർ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. സോ ഈ പ്രോഗ്രാമിൽ എൻ്റെ കൂടെ ഉള്ളത് ബെനിനാണ്. ബെനിൻ എമർജിയുടെ ചീഫ് ഗെയിം ഡയറക്ടറാണ്. സോ ഇതിനെല്ലാം ആൻസർ കറക്റ്റായിട്ട് തരാൻ പറ്റുന്നത് ബെനിനാണ്. ബെനിൻ, ആസ് എ ചീഫ് ഗെയിം ഡയറക്ടർ, എങ്ങനെയുണ്ട് എമർജിയുടെ ലൈഫ്? എമർജിയുടെ ലൈഫ് എപ്പോഴും സൂപ്പർബാണ്. ഞാൻ ആക്ച്വലി ഇവിടെ തന്നെ പഠിച്ച് കയറിയ ഒരാളാണ്. ഇപ്പം ഓൾമോസ്റ്റ് 2.5 years ആയിട്ട് എമർജിയോടൊപ്പം അത്രയും ടൈം ആവുന്നു എൻ്റെ. സോ ഇവിടെ പക്ഷേ ഒരു 5 അല്ലെങ്കിൽ 8 പേരുണ്ടായിരുന്നപ്പോൾ തൊട്ട് ഇപ്പോൾ ഒരു 400 പേരാവുന്നിടം വരെയുള്ള ജേർണി ഞാൻ കണ്ടതാണ്. ആൻഡ് ഇറ്റ് ഹസ് ബീൻ അമേസിങ്. ഒരുപാട് കാര്യങ്ങൾ ഒരു വലിയ കമ്പനിയിലൊന്നും, അതായത് നമ്മൾ ഒത്തിരി മൾട്ടിനാഷണൽ കമ്പനീസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെ കയറി പറ്റുക, പക്ഷെ അവിടെ ഒന്നും ഒരിക്കലും കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ലേണിംഗ് അല്ലെങ്കിൽ ഒരു ലേണിംഗ് കേപ്പബിലിറ്റി എനിക്ക് വേറൊരിടത്തും കിട്ടില്ലായിരുന്നു. സോ ഇറ്റ് ഹാസ് ബീൻ വണ്ടർഫുൾ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഇറ്റ് ഈസ് നത്തിങ് ഷോർട്ട് ഓഫ് എ ഡ്രീം. എൻ്റെ ഒരു ഡ്രീം കമ്പനി, ഡ്രീം ജോബ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് ഷോർട്ട്സ് ഇട്ടുകൊണ്ട് ഓഫീസിൽ വരിക എന്നുള്ളത് ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. സോ അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. സോ നൈസ്, ഇറ്റ് വാസ് എ ഡ്രീം ജോബ്. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ വിഷയം കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ബേസിക്കിലേക്ക് പോവാം. ഓക്കെ, അതായത് നോർമൽ ഒന്നും അറിയാത്തൊരു ആൾ വന്നാൽ ഗെയിം ഡെവലപ്മെൻറ്റിൽ ആർക്കൊക്കെ ഗെയിം ഡെവലപ്മെൻറ്റ് പഠിക്കാം എന്നുള്ളതാണ്. സോ മെയിൻലി നമ്മുടെ ട്രെയിനിങ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആക്ച്വലി +2 കഴിഞ്ഞിട്ടുള്ള പിള്ളേർ പഠിക്കുന്നുണ്ട്, ബിടെക് കംപ്ലീറ്റ് ചെയ്ത പിള്ളേർ പഠിക്കുന്നുണ്ട്, ആൻഡ് നോൺ ടെക്നിക്കലി എന്ന് പറയുന്ന BCom BB നമ്മൾ ഒരുപാട് ഗ്രാജുവേഷൻ കഴിഞ്ഞ പിള്ളേർ പഠിക്കുന്നുണ്ട്. അതിൽ മെജോറിറ്റി ആൾക്കാരും പ്ലേസ് ആവാറുണ്ട് 90%. അത് ഇന്ന ഗ്രാജുവേഷൻ +2 ആണ് എന്നൊന്നുമില്ല. അപ്പോൾ ആക്ച്വലി ഇത് ആർക്കൊക്കെ പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ വിൽ യു ആൻസർ? നോർമലി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പലരും എഡ്യൂക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും പറയുക. ബിടെക് കഴിഞ്ഞിട്ടുണ്ടാകണം, ഇത് കഴിഞ്ഞിട്ടുണ്ടാകണം. പക്ഷെ ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഒരു കഥ പറയാൻ കഴിവുള്ളൊരുത്തൻ അല്ലെങ്കിൽ ഗെയിം കളിച്ച് നമ്മൾ ഗെയിംസ് കളിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഗെയിംസ് കളിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ചില ചേഞ്ചസ് ഉണ്ടായാൽ നല്ലതായിരുന്നു എന്ന് തോന്നാറുണ്ട്. അങ്ങനെ തോന്നൽ വരുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഈ ഫീൽഡിലേക്ക് വരാം. അതായത് നമ്മളൊരു നമ്മൾ ലാർജ് ദാൻ ലൈഫ് ഒരു സ്റ്റോറി പറയാം, ഒരു മൂവിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പം ഒരിക്കലും റിയൽ വേൾഡിൽ കേപ്പബിൾ ആവാത്ത അല്ലെങ്കിൽ റിയൽ വേൾഡ് നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാനുള്ളൊരു മീഡിയമാണ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഗെയിം എന്ന് പറയുന്നത്. സോ അങ്ങനെ ചിന്തിക്കുന്ന ഏതൊരാൾക്കും, അതായത് ഇതിങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു സാധനം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് തോന്നും. ഇപ്പം നമ്മൾ ക്രിക്കറ്റൊക്കെ കളിക്കുമ്പം ഈ ഷോട്ട് അടിക്കുന്നത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്നത് ഇങ്ങനൊരു മൂവ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ തോന്നുന്ന ഒത്തിരി പേരുണ്ട്. സോ അങ്ങനെയുള്ളവർക്കെല്ലാം ഇതിലേക്ക് വരാം. അല്ലാതെ ഇതിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ചൊരു കോഡിങ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബിടെക് വേണമെന്നോ MCA വേണമെന്നോ BCA വേണമെന്നോ അങ്ങനെ യാതൊരു ഇതുമില്ല. വർക്ക് ചെയ്യാൻ റെഡിയാണോ, ഇങ്ങനെയുള്ള ഐഡിയാസ് ഉണ്ടോ, ആ ഐഡിയാസ് ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഒരു ഡ്രൈവ് വേണം. അതുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും നല്ലൊരു ഗെയിം ഡെവലപ്പർ ആവാം. പിന്നെ കോഡിങ്ങും കാര്യങ്ങളും എല്ലാം അതിനാവശ്യമുള്ള ടൂൾസ് ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. യെസ്, സിമ്പിൾ. ഇപ്പോൾ ബേസിക് വരുന്ന കുറേ പേരുടെ ഡൗട്ടാണ്, എനിക്ക് തീരെ കോഡിങ് അറിയില്ല, എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. സെയിം ലൈക്ക് ദാറ്റ്. അപ്പം അവർക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ചെറുപ്പത്തിലെ അക്ഷരങ്ങൾ പഠിക്കുമ്പം നമുക്ക് തോന്നാറുണ്ട്, ദൈവമേ കൂട്ടി വായിക്കുന്ന സമയത്ത് എന്തായിരിക്കും തോന്നാറുണ്ട്. ആ ഒരു അവസ്ഥ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല.
ഒരു പക്ഷേ നമ്മളെല്ലാവരും ഇന്ന് നിൽക്കുന്ന ഏജിൽ നമ്മളെല്ലാം കൂട്ടി വായിക്കാൻ പഠിച്ചു, അതായത് ആ പേടിയെ ഓവർകം നമ്മൾ ചെയ്തു. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് തുടങ്ങുന്നത്. നമ്മളുടെ ട്രെയിനിങ് പ്രോഗ്രാം എപ്പോഴും കസ്റ്റമൈസ്ഡാണ്. വളരെ, അതായത് ഒട്ടും അറിയാത്ത ഒരാളെ ടാർഗറ്റ് ചെയ്താണ് നമ്മൾ ആക്ച്വലി നമ്മുടെ ഇത് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറുതായിട്ട് തുടങ്ങി അവിടുന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറ്റിക്കൊണ്ട് വന്ന് പിന്നീട് ഈ കൂട്ടക്ഷരം എഴുതാൻ പഠിപ്പിക്കുക, അതിനുശേഷം എഴുതുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നൊരു, നമുക്ക് ലെവൽസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു ബേസിക്, അത് കഴിഞ്ഞൊരു ഇൻ്റർമീഡിയറ്റ്, അങ്ങനെ കയറി വന്നാണ് നമ്മൾ ഗെയിംസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ അതുകൊണ്ട് കോഡിങ് അറിയത്തേ ഇല്ല എന്നുള്ളവർക്കുള്ള എൻ്റെ ഉത്തരവ് ഇതാണ്. ഒരു കാലത്ത് നമുക്ക് ഭാഷയെ അറിയത്തില്ലായിരുന്നു, നമ്മൾ ഭാഷ പഠിച്ചു, അത്രേ ഉള്ളൂ കാര്യം. സോ അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല, സിമ്പിൾ. ഓക്കെ. സോ ഇനിയിപ്പം നെക്സ്റ്റ് ഉള്ളൊരിതാണ്, ഇത്രയും നമ്മൾ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഗെയിം ഡെവലപ്മെന്റ് ഭയങ്കര ബൂമിംഗ് ആണ്, ഈ നെക്സ്റ്റ് ഇത്ര ഇയറിലേക്ക് ഇതാണ് വരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ എപ്പോഴും റൈസ് ചെയ്യുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ബാക്കി ഡൊമൈൻസ് കണക്ക് എന്താണ് ഇപ്പോഴും ആ ഒരു ഫ്രണ്ടിലേക്ക് വരാത്തത്. നമ്മൾ മേൺസ്റ്റാക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, പൈത്തന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, ഫ്ലട്ടറിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൾറെഡി ലൈക്ക് ഒരു ഫ്രണ്ട് വന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഗെയിം ഡെവലപ്മെന്റ് ആ ഒരു സ്റ്റേജിലേക്ക് ഇപ്പോഴും എത്തുന്നില്ല. അതെന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാവാം എന്നുള്ളൊരു, ഇതൊരു മൾട്ടി ഫാക്ടേർഡ് ആൻസർ. അതായത് പല രീതിയിൽ നിന്നുള്ള ആൻസേഴ്സ് നമ്മൾ ഇതിന് ചിന്തിക്കണം. ഒന്നാമത്തേന്ന് പറയുന്ന ഒരു ചെറിയ ഇൻഹിബിഷൻ ആണ്. ഇന്നും പേരൻസിന്റെ ഒക്കെ മനസ്സിൽ ഗെയിം എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ അതെ ഇതിനകത്തൊരു കരിയർ ഉണ്ട് എന്നുള്ളത് ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ പല വീട്ടിലും ഇപ്പോഴും ഗെയിം പഠിക്കണം എന്ന് പോകാൻ പറഞ്ഞാൽ സമ്മതിക്കില്ല. നമ്മുടെ ഇവിടെ ഒത്തിരി പേരുണ്ട് അതില്ലാണ്ട് വന്ന് പിന്നെ കളിച്ച് അങ്ങനെ വരുന്നവരുണ്ട്. അതെന്താ അവർ വേറെ എന്താന്ന് പറഞ്ഞിട്ട് വരും, പഠിക്കും. പക്ഷെ ഇതിപ്പോൾ അവർ സെറ്റാണ്. അതായത് പഠിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ഫാമിലി ഇപ്പോൾ സെറ്റാണ്. പക്ഷെ അതൊരു ഇനീഷ്യൽ റിസ്ക് ആണ്. അതാ ഒരു ഭാഗം അതാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ഇത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തോ വലിയ ക്യാൻവാസ് വേണം എന്നുള്ളൊരു തെറ്റിദ്ധാരണ. ഇത് എന്താ പറയുക, ഇപ്പം മൂവിയൊക്കെ എല്ലാവരും എന്താ ഇറങ്ങി ഡയറക്റ്റ് ചെയ്യാത്ത, പ്രൊഡ്യൂസ് ചെയ്യാത്ത ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതേസമയം ഇപ്പൊ പൈത്തണും ഫ്ലട്ടറും അതൊക്കെ ആണെങ്കിൽ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതൊക്കെ ആൾക്കാർക്ക് എന്തോ ചെറിയ കാര്യമായിട്ട് നോർമലൈസ് ആയി കഴിഞ്ഞു. അത് ചെറിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. പക്ഷെ ഇതൊരു 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പായിരുന്നു ഈ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഇപ്പം ഒരു വേർഡ് പ്രസ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാം എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അതൊരു ചെറിയ അല്ലെങ്കിൽ അത്ര ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. ഒരു പക്ഷേ അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അതേസമയം നമ്മൾ കളിക്കുന്ന ഗെയിംസ് ഒക്കെ കാണുമ്പോൾ അതിന് ഭയങ്കര ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയാൽ എവിടം വരെ എത്താം, എങ്ങനെ എത്താം എന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ്. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഇത് ഒരു എന്ത് റൂട്ട് ഫോളോ ചെയ്യണം എന്നുള്ളത് പലർക്കും ഇപ്പോഴും കറക്റ്റായിട്ട് അറിയത്തില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം വേറെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജാവ ഡെവലപ്പർ, .NET, ഇതിനെല്ലാം ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഒരു എവിടെ എങ്ങനെ പോകണം എന്ന് കോളേജുകളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു ഗൈഡൻസ് ഇല്ല. അപ്പം ആദ്യം എന്ത് പഠിക്കണം, പിന്നെ എന്ത് ചെയ്യണം. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ ഒത്തിരി എക്സ്പ്ലോർ ചെയ്യണം. എക്സ്പ്ലോർ ചെയ്യുന്നതിനുള്ളിലെ സമയം തീർന്നു പോകുമെന്നുള്ള പേടി പലർക്കും ഉണ്ട്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അത് നമ്മളുടേതായ രീതിയിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് അവയർനെസ് നമ്മൾ കൊടുക്കാറുണ്ട്, കോളേജസിലാണെങ്കിലും അല്ലാതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇത് മുന്നോട്ട് കയറി വരത്തുള്ളൂ. പക്ഷേ ഇത് വന്ന ഒരു സിറ്റുവേഷൻ നോക്കുക. അത് ഞാൻ എപ്പോഴും ഞാൻ പോകുന്ന ടോക്സിലൊക്കെ ഞാൻ പറയാറുള്ള കാര്യമാണ്. ഒരു ഗെയിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഹോളിവുഡ് ഇൻഡസ്ട്രിയുടെ 4 ഇരട്ടിയുണ്ട് അതിന്റെ വെർത്ത് എന്ന് പറയുന്നത്. അപ്പം ഒരു കാര്യം, ഒരു ഹോളിവുഡ് മൂവി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2000-3000 ആൾക്കാരൊക്കെയാണ് അതിനകത്ത് വേണ്ടത്, ആക്ടേഴ്സ് ഇതാന്നൊക്കെ പറഞ്ഞു. അതിന്റെ ഒരു പക്ഷെ ഒരു 1/10 പോലും സ്ട്രെങ്ത് ഉണ്ടാവില്ല ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ. പക്ഷേ അതിന്റെ അത്രയും പൊട്ടൻഷ്യൽ അതിന്റെ അത്രയും ഉണ്ടാവില്ല. അതായത് 4 times ആണ് ഗെയിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ വെരി ബൂമിങ് ഇൻഡസ്ട്രി. അത് ആൾക്കാരെ ഇത് ഈ പറയ പോലെ തന്നെ എങ്ങനെ കയറി വരണം, മനസ്സിലായില്ലേ? എങ്ങനെ ആൾക്കാർക്ക് അവയർനെസ് കൊടുത്തത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്ക് കയറി വരണം. ബട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അത് കയറി വരുന്നുണ്ട്. ഏകദേശം ഒരു ലാസ്റ്റ് 2 years എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഗെയിമിംഗ് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ആയിട്ട്. ഇപ്പം പലയിടത്തും മിഡിൽ ഈസ്റ്റിൽ എനിക്ക് തോന്നുന്നു വളരെ റീസെന്റ് ആയിട്ട് അവർ വിർച്വൽ കസിനോയ്ക്കുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഓർക്കണം, അറബ് കൺട്രീസ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കാത്ത സ്ഥലങ്ങളാണ്. അവിടെ ഒരു വിർച്വൽ കസിനോ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ്. അപ്പം ഇറ്റ് ഇസ് ബൂമിങ്, വളരെ നല്ലതായിട്ട് ബൂം ചെയ്യുന്നുണ്ട്. വളരെ പ്രഡിക്റ്റ് ചെയ്യാം. അത് കാണുന്ന ഒരാൾക്ക് പറയാം. ഇത്രയും ആലോചിച്ചാൽ മതി.
ഞാൻ ഇന്ന് കളിക്കുന്ന ഒരു ഗെയിമല്ല നാളെ കളിക്കുന്നത്. ഇന്ന് ഞാൻ കളിക്കുന്ന ഒരു ഗെയിമിന് ഒരു പക്ഷെ 1.5 അല്ലെങ്കിൽ 2.5 ലക്ഷം ആൾക്കാരോ അല്ലെങ്കിൽ 2 കോടി ആൾക്കാരോ കളിക്കുന്നുണ്ട്. അവര് തന്നെ നാളെ വേറൊരു ഗെയിം കളിക്കും. വേറൊരു ഗെയിം കളിക്കുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ഗെയിമിന്റെ റവന്യൂ കുറയത്തുമില്ല. സോ ദിസ് ഇസ് എ ഓൺഗോയിങ് പ്രോസസ്. എല്ലാത്തിനും കസ്റ്റമേഴ്സ് ഉണ്ട്. പുതിയത് വന്നു പിന്നെയും കസ്റ്റമേഴ്സ് വന്നോണ്ടിരിക്കും. ആൻഡ് അത്രയും പിള്ളേരും കൂടുകയാണ്. പിള്ളേർ കൂടുന്നുണ്ട്, അഡൽട്സ് കൂടുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എൻ ഓൺഗോയിങ് പ്രോസസ്. യെസ്. നമ്മളിപ്പോൾ അറബ് കൺട്രീസിൻ്റെ കാര്യം പറഞ്ഞു. അത് കണക്ക് തന്നെ ഇവിടെ മെജോറിറ്റി വരുന്ന ആൾക്കാർ നമ്മൾ ചോദിക്കാറുള്ളത് ഞങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് പുറത്ത് കിട്ടുമോ, എബ്രോഡ് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിലൊക്കെ വിസ പ്രോസസിങ് ഇല്ലാതെ ഈസി ആയിട്ട് ഗെയിമിംഗ് വിസാസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ UAE തന്നെ പുതിയ ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മെജോറിറ്റി ആൾക്കാർക്ക് വേണ്ടത് പുറത്ത് പോകാൻ പറ്റുമോ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ആൻഡ് ആരും അങ്ങനെ ഇന്ത്യയിലെ ഇതിന് മാത്രം എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കൺസിഡറേഷൻ കൊണ്ടുവരാറില്ല. അവർക്കെന്തോ താല്പര്യവുമില്ല ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളത്. സോ നമുക്ക് അതെടുക്കുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ എങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഇപ്പം ഇന്ത്യയിൽ ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ്. കാരണം ഔട്ട്സൈഡ് ഇറ്റ് ഇസ് പുറത്തൊരാൾക്ക് ഒരു സ്റ്റുഡിയോ അല്ല, ഇപ്പോൾ റോക്ക് സ്റ്റാർ ഗെയിംസ് പോലുള്ള ഒരാൾക്ക് പുറത്തൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യുന്നതിനെക്കാട്ടും വളരെ ചീപ്പാണ് ഇന്ത്യ സെറ്റപ്പ് ചെയ്യാൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇന്ത്യയിലെ ഒരാൾക്ക് ആ കിട്ടുന്ന സാലറി വളരെ ഹൈയും ആണ്. അങ്ങനെ ഒരു ഡിഫറൻസും കൂടെ. ചിലപ്പോൾ പുറത്തെ ഒരാൾ അത്ര സാലറി കൊടുക്കേണ്ടി വരത്തില്ല, പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ആ സാലറി നല്ലൊരു സാലറിയാണ്. ഇപ്പം നമുക്ക് സ്റ്റാർട്ടിങ് 35 35 ഒരു IT ഇൻഡസ്ട്രിയിൽ കയറുന്ന ഒരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് സ്വപ്നം കാണാൻ പറ്റത്തില്ല. നമ്മളുടെ മിനിമം ആണ് 35. അത് മാക്സിമം എത്ര വരെ പോവാം എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പൊട്ടൻഷ്യൽ. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പം ഒരു ഗെയിമിംഗ് കമ്പനി ഇന്ത്യയിൽ തുടങ്ങണമെന്നില്ല. അതിൻ്റെ ഒരു വിങ്സ് ഇവിടെ വരുവാണ്. ഇപ്പൊ റോക്ക് സ്റ്റാർ ഗെയിംസിന്റെ വന്നു, അതുപോലെ സിംഗ ഗെയിംസ് ഉണ്ട്, പിന്നെ EA ഗെയിംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗെയിമിംഗ് കമ്പനീസ് ഉണ്ട്. അപ്പം അവരാരും ഗെയിം ഉണ്ടാക്കുന്നത് നിർത്താൻ പോകുന്നില്ല. ബിക്കോസ് ഇനി ഇതങ്ങോട്ട് ഇപ്പം റോക്ക് സ്റ്റാർ 15-17 വർഷം എടുത്തിട്ടാണ് അടുത്തൊരു ഗെയിം ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ലോങ് പ്രോസസ്സിൽ എത്ര എംപ്ലോയീസ് ഉണ്ടാവും നമ്മൾ ആലോചിക്കുക. അത് ഓരോ സ്ഥലത്തായിട്ട് ബ്രാഞ്ചായി കിടക്കുകയാണ്. അതിലൊരു ബ്രാഞ്ച് ഇന്ത്യയാണ്. പിന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആൾക്കാർ കളിക്കുന്ന എല്ലാ ഗെയിംസിലും മിത്തിക്കൽ ബേസ്ഡ് ഗെയിംസ് ഒരുപാട് ആൾക്കാർ കളിക്കാറുണ്ട്, മിത്തോളജി ബേസ് ആയിട്ടുള്ളത്. ഇന്ത്യനെക്കാട്ടിലും വലിയ മിത്തോളജി ഉള്ള ഒരു കൺട്രി ഇല്ല, വേറൊരു കൺട്രിയേ ഇല്ല. നമുക്കുള്ള അത്ര മിത്തോളജി വേറെ ഒരു കൺട്രിക്കും ഇല്ല. അപ്പം ബാക്കിയുള്ളവർ അവരുടെ ഒക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും അത് കഴിഞ്ഞ് നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്യും. നമുക്കൊരു സ്പെസിഫിക് അതെ, നമ്മുടെ സ്റ്റോറീസ് ഇപ്പോഴും ഫ്രഷാ, നമ്മുടെ കാര്യങ്ങളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. സോ ശരിക്കും ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. കഥകൾക്ക് വേറെ എവിടെയും പോകണ്ട, ടാലന്റിന് വേറെ എവിടെയും പോകണ്ട. ഏറ്റവും നല്ല എഞ്ചിനീയേഴ്സ് ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാവാറുള്ളത്. സോ എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഹൗ യു ആർ ഗോയിങ് ടു ഗ്യാദർ ചെയ്ത് ഇത് ചെയ്യുക. അതുപോലെ നല്ലൊരു ഗെയിമിംഗ് കമ്പനിയൊക്കെ തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ ഇന്ത്യ, ഏറ്റവും ബെസ്റ്റ് പ്ലേസ്. ഞാൻ ജസ്റ്റ് നോർമലി ലൈക്ക് അപ്പോയിന്റ്മെന്റ് വരുന്നിടത്ത് മെജോറിറ്റി ആൾക്കാർക്ക് പറയാറുണ്ട്, നിങ്ങൾ 1 to 2 ഇയർ ജസ്റ്റ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും, അതനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക. ഉറപ്പായിട്ടും അത് വളരെ സിമ്പിൾ. അതായത് 1 to 2 ഇയേഴ്സ് എന്തുമാത്രം ഗെയിംസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. എത്ര നാൾ പഠിച്ചു എന്നുള്ളതല്ല, എത്ര ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗെയിംസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു. സോ ഒന്ന് കയറി ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നിങ്ങൾ കയറി ഒരു 1 to 2 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് നിങ്ങളുടെ കരിയർ ഡിസൈഡ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 20 ഇയേഴ്സ് അത് അങ്ങനെ ആയിരിക്കും. ഇപ്പം ബാക്കിയുള്ളടത്തെന്ന് പറഞ്ഞാൽ സാലറി ഒക്കെ വരുന്നത് ഇൻക്രിമെന്റ് ബേസിസ് അങ്ങനെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ അങ്ങനല്ല. ഇഫ് യു ആർ വെൽ എക്സ്പീരിയൻസ്, 2 വർഷത്തിൽ നിങ്ങൾ അത്യാവശ്യം നല്ല ഗെയിംസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പിന്നെ നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ സാലറി. അറ്റ്ലീസ്റ്റ് ഒരു 80% കൺട്രോൾ എങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിനുശേഷം പുറത്തോട്ട് പോകാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിപ്പം എല്ലാവരും വിസാസ് എൻകറേജ് ചെയ്യുക ഗെയിമേഴ്സിനെ കൊണ്ടുവരേണ്ട. ജർമ്മനി ആയിക്കോട്ടെ, UAE ആയിക്കോട്ടെ, ദുബായ്. അപ്പം എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു 100 പേര് അപ്ലൈ ചെയ്യും. അതിൽ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഒരാൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കായിരിക്കും എപ്പോഴും മുൻതൂക്കം കൂടുതൽ. സോ ഇറ്റ്സ് ക്വൈറ്റ് ഈസി. ബാക്കിയുള്ള ഫീൽഡിനെ കമ്പാരിറ്റീവ്ലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ പുറത്തു പോകാൻ വളരെ എളുപ്പമാണ്. അതെ. സോ ഒന്നാമത്തെ ലൈക്ക് കോമ്പറ്റീഷൻ ഇല്ല എന്നുള്ളതാണ്. ബട്ട് കോമ്പറ്റീഷൻ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ സ്പെസിഫിക്കലി നിൽക്കാനായിട്ടൊരു സ്കില്ല് വേണം. ഒന്നും അറിയാതെ പോയിട്ട് യാതൊരു കാര്യമില്ല. അത് ഈ ഇപ്പോഴത്തെ പിള്ളേർ ചെയ്യുന്ന പോലെ പഠിക്കാൻ വേണ്ടി പോകും, എന്നിട്ട് അവിടെ നിൽക്കും. അത് കഴിഞ്ഞ് 2 വർഷം അത് പഠിക്കാൻ വേണ്ടി പോയ ജോലിയെ ആയിരിക്കത്തില്ല കിട്ടുന്നത്. അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇത് പ്ലെയിൻ ആൻഡ് സിമ്പിൾ. നമ്മുടെ സ്കില്ല് നല്ലതായിട്ട് ഹോൺ ചെയ്യുക. 1 to 2 ഇയേഴ്സിൽ സൂപ്പറായിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റും. സിംപ്ലി അപ്ലൈ ചെയ്താൽ അവർ കൺസിഡർ ചെയ്യും. ആ ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ ലൈക്ക് അതൊക്കെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഡെഫിനറ്റ്ലി. അപ്പോൾ നെക്സ്റ്റ് ഒന്ന് വെച്ചാൽ എമർജി ഒരു ഗെയിം ഡെവലപ്മെന്റ് കമ്പനിയാണ്. പിന്നെ എന്തിന് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു? നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ? അപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ
ഇനിയുള്ള ബേസിക് സാധനങ്ങളാണ് നോർമലി വരാറ്. ഇപ്പൊ റോക്ക് സ്റ്റാർ എടുത്തു കഴിഞ്ഞാൽ ദേ ഡു ഹാവ് എ ട്രെയിനിങ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോർമലി വരാൻ കാരണം ഈ ഒരു എന്താ പറയുക ലാക്ക് ഓഫ് നോളജ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഏതൊരു IT കമ്പനി ആണെങ്കിലും അതിപ്പോൾ ഗെയിം എന്നുള്ളതില്ല, ഏതൊരു IT കമ്പനി ആണെങ്കിലും അവർ ആദ്യം എടുക്കുന്ന എംപ്ലോയീസിനെ അവർ 6 മാസം ട്രെയിൻ ചെയ്യും. കാരണം കോളേജിൽ പഠിക്കുന്ന സാധനം ഒന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നും നടക്കത്തില്ല, അവർക്ക് അതിൻ്റെ ഇതില്ല. അപ്പം ഏത് കമ്പനി ആണെങ്കിലും എടുത്ത് അവരെ ട്രെയിൻ ചെയ്യാന്നുള്ളത് സൂപ്പറാണ്. അതിപ്പം റോക്ക് സ്റ്റാർ ആണെങ്കിലും ശരി, ഇവിടെ അടുത്തുള്ള സിംഗ ഗെയിംസ് ആണെങ്കിലും ശരി, ഇറ്റ് ഇസ് ദ സെയിം. നമ്മളും അത് തന്നെ. അപ്പം നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസോഴ്സിനെ ആവശ്യമുണ്ട്. ദാറ്റ് ഇസ് എ മെയിൻ റീസൺ. ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് ഇത്രയും ഒന്നും എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ആക്ച്വലി വെറുതെ ഗെയിം ഡെവലപ്പറിന് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ, പക്ഷെ അതിന് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ കിട്ടത്തില്ല. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട്. വരുന്ന ലൈക്ക് എന്തൊക്കെയോ ബേസിക്, അതായത് ഇവര് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കണ്ടിട്ട് കോഡൊന്നും ഇല്ലാണ്ട് ബ്ലൂ പ്രിന്റ് ഒക്കെ വെച്ച് ഗെയിം ഉണ്ടാക്കി വരും. ഇതാണ് ഏകദേശം ഒരു ഇതെന്ന് പറയുന്ന ഒരു ഐഡിയയിൽ വരും. എന്നിട്ട് നമ്മൾ നമ്മുടെ ടാസ്ക് കൊടുക്കും. നമുക്ക് കുഴപ്പമില്ല, ആ ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാ. പക്ഷെ അത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ വന്നപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി നടപടിയാവില്ല. കാരണം നമുക്ക് ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ആണ്. ഇത് റിക്രൂട്ട്മെന്റ് 3 മാസം നടന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നഷ്ടമാണ്. അങ്ങനെ ഒരു പോയിന്റ് വന്നപ്പോഴാണ് നമ്മൾ ആക്ച്വലി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അപ്പം അതിനുശേഷം നമ്മൾ കൂടുതൽ ട്രെയിനീസിനെ എടുക്കാൻ തുടങ്ങി. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ളവരെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുന്നു. കൂടുതൽ ആൾക്കാരെ നമ്മൾ ഇവിടെ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഇപ്പൊ ചിലർക്ക് വേറെ ലൊക്കേഷൻ വേണം, അങ്ങനെയൊക്കെയുള്ള സ്പെസിഫിക് റിക്വയർമെന്റ്, ചിലർക്ക് ചെന്നൈയിൽ വേണം, അപ്പൊ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങോട്ട് വിടുക, വേറെ കമ്പനീസിലേക്ക് വിടുകയേ വഴിയുള്ളൂ. നമ്മളിപ്പോൾ വേറെ കമ്പനീസിലേക്ക് പ്ലേസ് ചെയ്തിടും. ബട്ട് മോസ്റ്റ്ലി ഇവിടെ തന്നെയാണ്. യെസ്, നമ്മളിപ്പോഴും ആദ്യം പറയാറുണ്ട്. അതായത് നമ്മൾ ഇവിടെ ആയിരിക്കും മെയിൻ പ്രിഫറൻസ്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഇവിടെ ഇപ്പോൾ താല്പര്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ പറയാം. അതിനനുസരിച്ച് നമ്മൾ ഇപ്പം ഗൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതെ, ഇതിനകത്ത് നോർമലി നമ്മൾ ചെയ്യാറുള്ളത് ഇപ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് എൻട്രീസ് ആണ് ആക്ച്വലി എടുക്കാറ്. ഒരു നോർമലി ലൈക്ക് ഇപ്പം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരാണ് നോർമലി ഇപ്പോൾ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് പ്രൊവൈഡ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബാച്ചിലേക്ക് 30 പേര് 60 പേര് 100 പേര് എന്ന രീതിയിലായിരിക്കും. സോ നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് കോഴ്സ് അങ്ങനെ കുറെ പേര് റിജക്ട് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ വെറുതെ വന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്കും ഇതിലൊന്നും ചെയ്യാനില്ല. അത് ഇപ്പം ഇതിന് ശേഷവും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ന് തോന്നുന്നവർക്കുള്ള ഒരു ഇതാണ്. കാരണം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ നമുക്കൊരു 100-150 പേരെ ഒറ്റയ്ക്ക് നടക്കാം. കിട്ടാൻ ആൾക്കാരെ കിട്ടാനില്ല എന്നിട്ടല്ല, ട്രെയിനിങ് പഠിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണമില്ല. കാരണം നമ്മളുടേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു കസ്റ്റമൈസ്ഡ് പ്രോഗ്രാം. അതിനകത്ത് ആദ്യത്തെ ഒരു 2 അല്ലെങ്കിൽ 3 വീക്സ് ആണ് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ സ്പെസിഫൈഡ് ആ സാധനം പോകുന്നത്. ആൾക്കാരുടേതിനനുസരിച്ച് ആരാണോ അയാളുടെ അനുസരിച്ചായിരിക്കും ആ സംഭവം പോകുന്നത്. അപ്പം 60 പേരെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 60 പേരെ ഒന്നും സിംഗിൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബാച്ചസ് എപ്പോഴും 10-15 ആ റേഞ്ച് മാക്സിമം. അതും 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കാറില്ല. കാരണം എന്താണെന്ന് പറയാം, അത് പ്രശ്നം എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ഒരു 11ാമത്തെ മെമ്പർ വരുമ്പോൾ അയാളോട് 4 പേരെയും കൂടെ കൊണ്ടുവരും. അപ്പൊ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വരുന്നത്. അപ്പം നമുക്ക് അവരെ ഒരു 3 പേരെ അവോയ്ഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം അവന്റെ കംഫോർട്ട് സോൺ അതാണ്. അതിൽ നിന്ന് പഠിച്ചാലും സെറ്റ് ആവും എന്നുള്ളതാണ് അവൻ ആദ്യമേ വരുന്നൊരു. അവനെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മളൊരു 15 എന്നുള്ള രീതിയിലേക്ക്. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പോകാറില്ല. മാക്സിമം ഒരു 10-12 എന്നുള്ള റേഞ്ച് ആണ്. അതുകൊണ്ട് നമ്മൾ കംഫർട്ടബിൾ ആണ്. നമുക്ക് ആ എടുക്കുന്നവരെ എല്ലാവരും പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരെ നല്ലതായിട്ട് ട്രെയിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. 60 പേരെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇച്ചിരി കൊടുത്തിട്ട് കാര്യമില്ല. നമുക്കും ഇല്ല, അവർക്കും ഇല്ല. 60 പേര് വന്നാലും ഇതിനകത്ത് 10 പേരെ പാഷനേറ്റ് ആയിട്ട് ഉണ്ടാവും. ബാക്കിയുള്ളവർ ടൈം പാസിന് വരുന്നു, ഒരു സർട്ടിഫിക്കറ്റിന് വരുന്നു. എന്തോ ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡാണ്, പെട്ടെന്ന് ജോലി കിട്ടാം എന്നുള്ള അങ്ങനത്തെ ചിന്ത വരുന്ന ഒത്തിരി പേരുണ്ട്. അതായത് ഇപ്പം ഈ ചിലര് സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പുറത്തു പോകാൻ ഇത് വെച്ച് പറ്റുമോ, ഒരു ബ്രിഡ്ജിങ് കോഴ്സ് ആയിട്ടൊരു 3, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ അങ്ങനൊന്നും എന്റർടൈൻ ചെയ്യാറില്ല. മാക്സിമം നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ഈ ഫീൽഡിലേക്ക് വരണമെന്ന് അത്രയും ആഗ്രഹമുള്ളവരെ നമ്മുടെ അടുത്ത് ചെയ്യാറുള്ളൂ. അപ്പൊ നോർമലി നമുക്ക് ഇതിനകത്തേക്ക് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലൈക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു കൺസേൺ ആണ്. ഞങ്ങൾ പുറത്ത് അന്വേഷിച്ചപ്പോഴത്തേക്ക് ഗെയിം ഡെവലപ്മെന്റ് പഠിക്കാനായിട്ട് 1.5 വർഷം എടുക്കും, 2 വർഷം എടുക്കും, അല്ലെങ്കിൽ ഇത്രയെങ്കിലും മിനിമം 1 വർഷമെങ്കിലും ടൈം വേണം എന്നുള്ളതാണ്. നമുക്കിവിടെ ആക്ച്വലി നമ്മൾ ഡെഡിക്കേറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് 6 months പ്രോഗ്രാമാണ്. അതിലൊരു 6 to 8 months ആണ്, 2 months ബാക്കപ്പ് എന്നുള്ള രീതിക്ക് ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. സോ നമുക്ക് 6 months കൂട്ടാം. 6 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം ആണോ ഇത്? ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ പാഷൻ
എന്ന് പറയുന്നത്. കാരണം നമ്മൾ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത് ടെക്നിക്കലി ഒത്തിരി സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരല്ല, അങ്ങനെയുള്ള ആൾക്കാരാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, പക്ഷെ നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പം ഇവരത് ചെയ്യാൻ വളരെ നല്ലതായിട്ട് ശ്രമിക്കും. ദാറ്റ് ഈസ് എ ഫസ്റ്റ് തിങ്. ഇനി നമ്മളുടെ പ്രോഗ്രാം ഇസ് ഡിസൈൻ ഫോർ 6 months. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ മാസം കഴിയുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഗെയിംസ് ഉണ്ടാക്കി തുടങ്ങും. അതായത് ഗെയിംസ് പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കാം അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. ആ ആദ്യത്തെ ഒരു 3 ആഴ്ച ബേസിക്സ് പോയി കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയുള്ളത് ഇവർ പഠിക്കുന്നത് ഗെയിം ഉണ്ടാക്കിക്കൊണ്ടാണ്. സോ ഒരു 2nd month, 3rd month, 4th month ആ ഒരു ടൈം ഫ്രെയിം കൂട്ടിയാൽ തന്നെ ഒരു 6 മാസം ആകുമ്പോഴത്തേനും യു ഹാവ് മിനിമം ഓഫ് 6 വെറൈറ്റി ഗെയിംസ്. മിനിമം ആണ് ഞാൻ പറയുന്നത്. മാക്സിമം 10-15 ഉള്ളവരുണ്ട്, ഡിപ്പെൻസ് ഓൺ ദ പീപ്പിൾ. അപ്പം ഈ ഒരു 6 മാസത്തെ കോഴ്സ് 6 വർഷം കൊണ്ട് വേണമെങ്കിലും പഠിക്കാം, 6 മാസം കൊണ്ട് വേണം, 3 മാസം കൊണ്ട് വേണമെങ്കിലും പഠിക്കാം. ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം 6 മാസം നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചിലരുണ്ട് 3 മാസത്തിലെല്ലാം ചെയ്തിട്ട് ബാക്കിയുള്ള 3 ദിവസം ഗെയിം ഉണ്ടാക്കും, എഫേർട്ട് ഗെയിം ഉണ്ടാക്കും. അപ്പം ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് എത്ര പഠിച്ചു എന്നുള്ളതല്ല, എത്ര ടൈപ്പ് ഓഫ് ഗെയിംസ് നമ്മൾ ചെയ്തു എന്നുള്ളത്, അതിൽ നമുക്ക് എവിടെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതാണ് എല്ലാവരും നോക്കുന്നത്. സോ ചിലർ 3 മാസം കൊണ്ട് അവർ ബേസിക് എല്ലാം പടപടയും തീർക്കും, എന്നിട്ട് അടുത്ത ഗെയിംസ് തുടങ്ങും. അപ്പം ഇറങ്ങാൻ നേരത്തെ അവരുടെ പോർട്ട്ഫോളിയോയിൽ 15-20 ഗെയിംസാണ്. ഒരു ഫ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കമ്പനിയും കൺസിഡർ ചെയ്യുന്ന ഒരു ഫ്രഷറിനെക്കാട്ടിലും നല്ല ഇമ്പ്രൂവ്മെന്റ് നമ്മളുടെ ആൾക്കാർക്കുണ്ട്. സോ അതുകൊണ്ട് അവർക്ക് വളരെ ഈസിയാണ് പിക്ക് ചെയ്യാനായിട്ട്. ഈസി പിക്കിങ്സ് ആണ്, പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള കാര്യം ഏകദേശം ഷുവറാണ്. അതാണ് നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം അതിൽ നമുക്ക് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും പേര് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മളെ കൊണ്ട് ഒക്കുന്ന ടെസ്റ്റിമോണിയൽസ് എല്ലാം അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചിലത് ലിമിറ്റേഷൻസ് ഉണ്ട്, കമ്പനി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാക്കാം. അതെ, ഇപ്പം നമ്മളുടെ കുറച്ച് പേര് ഇപ്പം അറിയാവുന്നറിയാം, നമുക്ക് മിലിറ്ററി ബേസ്ഡ് കുറച്ച് ഇതുണ്ട്, കുറച്ച് പ്ലേസ്മെന്റ്സ് ഉണ്ട്. അപ്പം അവരുടെ ഒന്നും നമുക്ക് ടെസ്റ്റിമോണിയൽസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ബട്ട് മോസ്റ്റ്ലി നമ്മളെല്ലാവരും കഴിയുന്ന നമ്മളെല്ലാവരെയും പബ്ലിഷ് ചെയ്യാറുണ്ട്, റിവീൽ ചെയ്ത് എല്ലാവരെയും കാണിക്കാറുമുണ്ട്. അപ്പം ആൻഡ് അഗൈൻ അത് നോക്കിയാൽ തന്നെ അറിയാം, ഇറ്റ് ഇസ് എ വൈഡ് വെറൈറ്റി ഓഫ് സ്ട്രീംസ്. ബികോമി എന്നുള്ളവരുണ്ട്, BBA ഉണ്ട്, BTech ഉണ്ട്, MCA ഉണ്ട്. ഈവൻ എന്റെ ടീമും അങ്ങനെ തന്നെ. എന്റെ ടീമിലും എന്താ പറയാ, എന്റെ ടീം എസ്പെഷ്യലി അങ്ങനെയാണ്. കാരണം ഞങ്ങളുടെ ഒരു പക്ഷേ ഇന്ത്യൻ IT ഇൻഡസ്ട്രിയിലെ യങ്ങസ്റ്റ് പ്രൊജക്ട് മാനേജർ എന്റെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പിള്ളേരെ നമുക്ക് എങ്ങനെ മെന്റർ ചെയ്ത് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. എസ്പെഷ്യലി ബിക്കോസ് ഓഫ് ദാറ്റ് ടീം. ആ ടീമിനെ കുറിച്ച് അത് see that is my dream team. I handle a lot of teams here, പക്ഷേ that is one team that I taught. ബാക്കി എല്ലാവരും നമ്മൾ ഇപ്പം മറ്റേ വെബ് ഡെവലപ്മെന്റ് അങ്ങനത്തെയൊക്കെ ഉണ്ട്, പക്ഷെ അത് ബീൻ ഹയർഡ് അങ്ങനെയുള്ളതാണ്, നമ്മൾ പഠിപ്പിച്ച കുറച്ച് പേരെ ഉള്ളത്. പക്ഷെ ദിസ് ടീം വാസ് ബിൽഡ് ഫ്രം സ്ക്രാച്ച്. ഗെയിമിന്റെ ടീം അങ്ങനെ. അതപ്പം ഞാൻ ട്രെയിൻ ചെയ്തവരുണ്ട്, അങ്ങനെ കയറി വന്ന. സോ അത് ദാറ്റ് ഈസ് എ ഗുഡ് മിക്സ്. അതിനകത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. അതായത് ഒരു പക്ഷേ ഇന്ത്യൻ IT ഇൻഡസ്ട്രിയിലെ യങ്ങസ്റ്റ് പ്രൊജക്ട് മാനേജറാണ് ഞങ്ങളുടെ പ്രോജക്ട് ലീഡ് ചെയ്യുന്നത്. ആള് ബേസിലാണ്. സോ ഹീസ് ഓൺലി 22 years old. ആള് ജസ്റ്റ് BBA കഴിഞ്ഞിട്ട് വന്നതാണ്. BCom കഴിഞ്ഞിട്ട് വന്നതാണ്. അതുപോലെ വേറെ പ്രൊജക്ട് ലീഡ് ചെയ്ത്, അത് പ്രൊജക്ട് മാനേജർ ഒരാളുണ്ട്. 2 ഗെയിംസിന്റെ പ്രൊജക്ട് മെയിൻ ആയിട്ട് ലീഡ് ചെയ്യുന്ന എബിൻ എന്ന് പറഞ്ഞ, എബിൻ ഇസ് എ BCom ഗ്രാജുവേറ്റ്. അതുപോലെ വി ഹാവ് സംബഡി ഹു ഇസ് സീനിയർ ഡെവലപ്പർ ആയിട്ടുള്ള ഒരാൾ ഷബേനാണ്. ഷബേൻ ഈ പറഞ്ഞ പോലെ BBA കഴിഞ്ഞിട്ട് വന്നതാണ്. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് മിക്സ് ഓഫ് എ ടീം. അപ്പം ഞാൻ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പം പേഴ്സണലായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എബിനെ എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ടാർഗറ്റ് കൊടുത്താൽ അവൻ അതിനനുസരിച്ച് സെറ്റ് ആയിക്കോളും, അതിനനുസരിച്ച് ഗൈഡ് ചെയ്ത് കിട്ടാൽ മതി. ഷബേനെ അങ്ങനെ പറ്റത്തില്ല. ഷബേനെ നേരെ വെള്ളത്തിൽ കൊണ്ടുവരണം, ഷബേൻ നീന്തി പഠിക്കണം. സോ ബേസിൽ ഈ പറയുന്ന പോലെ ബേസിലിന് കാര്യങ്ങൾ കുറച്ച് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക, അത് ഏത് രീതി ചെയ്യണം എന്നുള്ള അവൻ കണ്ടുപിടിച്ചോളും, സാധനം സെറ്റ് ആക്കിക്കോളും. അപ്പം അങ്ങനെ അതൊരു ഗുഡ് മിക്സ് ആണ് ആ ടീം. അത് നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് മെന്റർ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് എന്നുള്ളത്. അതിപ്പം ഇവരുടെ കൂടെ ഈ ഒരു 6 months സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കറിയാം, അല്ലെങ്കിൽ എനിക്കെന്നല്ല ഏതൊരു ട്രെയിനറിനും അറിയാൻ പറ്റും ഇവരെ ഇനി എങ്ങനെ മുന്നോട്ട് ഗൈഡ് ചെയ്യണം എന്നുള്ളത്. സോ അതിനനുസരിച്ചാണ് അതും അവർക്ക് കൊടുത്തിരിക്കുന്ന ഗെയിംസും അതുപോലെയാണ്. ചിലർക്ക് അവരുടേതായ രീതിയിൽ, ചിലർക്ക് കസിനോ ഗെയിംസ് കൊടുത്തിട്ടുണ്ട്, ചിലർക്ക് അത് ഓരോ രീതിയിൽ വർക്ക് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമല്ല. അപ്പം ചിലർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഗെയിം, ഞാൻ എൻ്റെ ടീമിനോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഗെയിംസ് എടുക്കാറില്ല. പുറത്തുനിന്ന് റിക്വയർമെന്റ് വന്നാലും ഞാൻ എപ്പോഴും, കാരണം എനിക്ക് റിക്വയർമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ടീമുമായിട്ട് ഡിസ്കസ് ചെയ്യും. എടാ നമുക്കിത് എടുക്കണോ, എങ്ങനെയുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞാലേ ഞാൻ ആ ഗെയിം എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കത്തില്ല. കസിനോ ഗെയിംസും അതുപോലെ തന്നെയാണ്. ചിലർക്ക് അഡ്വഞ്ചർ ഗെയിംസ്, പലർക്കും പല രീതിയിലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം
ഇവർക്കെല്ലാം ഇതിന്റെ നോളജ് ഉണ്ടാവണം എന്നുള്ള എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം അവർ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഗെയിം എന്റെ ഇഷ്ടത്തിനായിരിക്കും. അതെ. സോ അങ്ങനെ നമ്മൾ അവർക്ക് അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാവും. സോ നമ്മളത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു ഗ്രൂപ്പ്. പക്ഷെ ഇൻ ദി എൻഡ് ചോയ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ഗെയിമും ചെയ്യാൻ അറിയുകയും ചെയ്യാം. അതാണ് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ അവരെ കൊണ്ടുവരുന്നത്. സോ ആ ടീം പോലെ വേറൊരു ടീം എനിക്ക് സംശയമാണ്. ഓക്കെ, ബട്ട് നമ്മളിപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോരുത്തരെ ഇപ്പം ഞാൻ എപ്പോഴും ഓരോ ബാച്ച് കഴിയുമ്പോഴും ഞാൻ ഓർക്കും ഇനി ഇതിന്റെ അപ്പുറം കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ഞാൻ എപ്പോഴും ഓർക്കും. അപ്പൊ അടുത്ത ബാച്ചിൽ വേറെ ആൾക്കാർ വരും, അതിൽ നിന്നും എനിക്ക് ആൾക്കാരെ കിട്ടും. സോ ഇത് ഒരു ഞാൻ പറയില്ല ഓൺ ഗോയിങ് പ്രോസസ്. ഞാൻ എപ്പോഴും ഓർക്കും ഈ ടീമാണ് ഓക്കെ സെറ്റ് ടീം എന്ന് പറഞ്ഞ് ഒന്നിരിക്കുമ്പോഴത്തേനും അടുത്ത മാസത്തെ ആൾക്കാർ ഇറങ്ങും, അതിൽ നിന്ന് എനിക്ക് ആൾക്കാരെ കിട്ടും. വീണ്ടും അടുത്ത നമുക്ക് എപ്പോഴും ആൾക്കാരെ ആവശ്യമുണ്ട്. പക്ഷെ ഇവരെല്ലാവരും എല്ലാവരും ഒരു ടീമുമായിട്ട് ജെല്ലാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ദൈവം സഹായിച്ച് നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന എല്ലാവരും എമർജോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ അതെ ഒരു കസ്റ്റം ബിൽഡ് സാധനമാണത്. അത് നമ്മളൊരു കസ്റ്റം പീസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന പോലെ കറക്റ്റ് പാർട്സ് ഒക്കെ കൊണ്ടുവന്ന് അസംബിൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ആൻഡ് വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ളവരും ഏകദേശം അത് തന്നെയാണെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഇവരെ പ്രൊഡക്റ്റ് ആണല്ലോ. അതെ, ഇവരാണ് ഇനി അടുത്തവരെ ട്രെയിൻ ചെയ്യുന്നത്. ആൻഡ് ഞാൻ ഇവരോട് എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇപ്പം ഞാൻ ട്രെയിൻ ചെയ്ത ബാച്ചിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്നതെന്നാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പൊ ഇവര് ട്രെയിൻ ചെയ്യുന്നതെന്ന് ഇവരുടെ ടീമിനെ എടുക്കും, അതിന്റെ കീഴിലുള്ളവർ അടുത്ത ടീമിനെ എടുക്കും. സോ അങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ആ ഒരു ചെയിൻ ഇവരെപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത്രയും ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഒരുപാട് സാധനങ്ങൾ ആൻസർ ചെയ്യാനുണ്ട്. ലൈക്ക് പ്ലേസ്മെൻറ്റ്സ്, അതായത് ലൈക്ക് എമർജിയോ എന്തിന് ഇവിടെ പ്ലേസ് ചെയ്യുന്നു, പുറത്തേക്ക് പ്ലേസ് ചെയ്യുക, എത്രമാത്രം പുറത്തേക്ക് പ്ലേസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ കുറച്ച് ഡൗട്ട്സുകളുണ്ട്. ആൻഡ് ഒരുപാട് ബഞ്ച് ഡൗട്ട്സ് ഓഫ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാമായിട്ട് നമ്മൾ നെക്സ്റ്റ് അടുത്തൊരു എപ്പിസോഡിൽ വരും. അതിലെല്ലാം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കരമായിട്ട് കൂടി പോകും. അതുകൊണ്ട് ഞങ്ങൾ ലൈക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് ഇപ്പം നമ്മളൊരു ലൈക്ക് താങ്ക്സിൽ കാര്യങ്ങളൊന്നും നിർത്തുന്നില്ല, കാരണം ഞങ്ങൾ ഇനി വരാനുള്ളതാണ്. ആൻഡ് ഓൾവേസ്